കഴിക്ക്. ആ ഇനി പിടിച്ചു കഴിച്ചോട്ടോ. എന്റെ സ്ഥാനത്ത് രഘുവേട്ടനായിരുന്നെങ്കിലേ ആ സ്ത്രീയെ കൈവച്ചേനെ. അത്ര കേരണം കെട്ട വർത്തമാനല്ലേ അവര് പറഞ്ഞിട്ട് പോയെ. ഞാൻ അവരെ കണ്ട ഒഴിഞ്ഞു മാറി പോവേ ഉള്ളൂ. സംസാരിക്കാൻ നിന്ന നീ പറഞ്ഞ പോലെ ചിലപ്പോ കൈവെക്കേണ്ടി വരും. അവർക്ക് പഴയ ഭർത്താവ് തിരിച്ചു വന്നതിന്റെ കലിപ്പേ മൊത്തം അച്ഛനോടും അനുപമയോടാ കാണിക്കുന്നെ. ആ സ്ത്രീക്ക് അയാളെ വേണ്ടെങ്കിൽ ഇറക്കി വിടാൻ പറ. എന്തിനാ എന്റെ അച്ഛനെ ഇങ്ങനെ കുറ്റം പറയുന്നേ? അമ്മാവനാ? അയ്യോ ഈശ്വരാ, അച്ഛൻ വന്നോ? അച്ഛൻ അവസാനം നമ്മളെ തേടി വന്നല്ലോ രഘുവേട്ടാ. നീങ്ങ് വാ മോളെ, വാ, മുത്തച്ഛൻ വന്നു. വാ, എനിക്ക് വാ വാ. അച്ഛൻ രഘുവേട്ടാ, ദേ മുത്തച്ഛൻ വന്നു. നോക്ക്. ഞങ്ങളുടെ അടുത്തേക്ക് വരാൻ അമ്മാവന് തോന്നിയല്ലോ. അച്ഛൻ ഞങ്ങളുടെ എല്ലാ തെറ്റുകൾക്കും അച്ഛന്റെ കാല് പിടിച്ച് ഞങ്ങൾ മാപ്പ് പറയാം. ഇതിൽ കൂടുതലൊന്നും ഞങ്ങൾ ശിക്ഷിക്കല്ലേ അച്ഛ. അമ്പിളി മതി. എന്നെ കണ്ട ഉടനെ നീ ഇങ്ങനെ കരയാൻ തുടങ്ങിയ ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നതായിട്ട് ലച്ചുമോൾക്ക് തോന്നുന്നു. അയ്യോ, എന്റെ മോൾ അങ്ങനെയൊന്നും കരുതില്ല അച്ഛാ. മുത്തശ്ശനെ അവക്ക് അത്ര ഇഷ്ടം അല്ലേ മോളെ? മുത്തശ്ശൻ എവിടെയായിരുന്നു? മുത്തച്ഛൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു മോളെ. ലച്ചുമോളും നേഴ്സറി പോയി തുടങ്ങിയ കാര്യവും ഒക്കെ മുത്തച്ഛൻ അറിഞ്ഞു കേട്ടോ. മിടുക്കിയാണ് മുത്തച്ഛന്റെ പൊന്നുമോക്ക്. ദേ ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഒരുപാട് സ്വീറ്റ്സ് ഉണ്ട്. ദാ ഇത് ലച്ചുമോൾക്കുള്ള സ്പെഷ്യൽ ചോക്ലേറ്റ്. ദാ നമുക്കത് വരുന്ന കഴിക്കാം. വാ. അച്ഛനോട് പറ ഏതൊക്കെ പാട്ടാ പഠിച്ചത്? ആണോ? ആ കേക്കട്ടെ കേക്കട്ടെ. അത് കൊള്ളാലോ. അച്ഛൻ നമ്മളോട് ക്ഷമിച്ചു കാണുമല്ലോ രഘുവേട്ടാ. അല്ലെങ്കിൽ അമ്മ നമ്മുടെ അടുത്തേക്ക് വരുമോ അമ്പിളി? അച്ഛന്റെ മനസ്സ് നമുക്ക് അനുകൂലമാകാൻ വേണ്ടി ഞാൻ വിളിക്കാത്ത ദൈവങ്ങളില്ല രഘുവേട്ടാ. എടി, നമ്മുടെ പ്രാർത്ഥനയേക്കാൾ ലച്ചുമോളെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് അമ്മാവൻ വന്നത്. കണ്ടില്ലേ മുത്തച്ഛനും പേരക്കുട്ടിയും തമ്മിലുള്ള അടുപ്പം. എന്നിട്ട് എന്തൊക്കെയാ പഠിച്ചത്? ആണോ? കഥകളൊക്കെ പഠിച്ചോ? ഈശ്വര, ശരി ശരി ശരി. ഈ മോൾ ഇത്രയും ദിവസം വിട്ടു നിന്നപ്പോ അച്ഛന്റെ മനസ്സ് എന്തുമാത്രം വേദനിച്ചു കാണുമല്ലോ രഘുവേട്ടാ. നമുക്ക് അമ്മാവന് നല്ലൊരു കോഫി ഉണ്ടാക്കി കൊടുക്കാം. നീ വാ. ശ്യാമേ, ഇന്നിനി വണ്ടികളൊന്നും വരാനില്ലല്ലോ അല്ലേ? നമുക്ക് ഓഫീസ് അടച്ചിട്ട് പോവാം. ഇനി ബുക്കിംഗ് വല്ലതുണ്ടെങ്കിൽ അവർ നമ്മളെ ഫോണിൽ വിളിച്ചോളൂ. ഞാൻ വരുന്നില്ല സത്യ. ഞാൻ വന്ന് ശരിയാവില്ല. നീ വരാതെ പിന്നെ ഇവിടെ ഇരിക്കാൻ പോവാണോ? എടാ നീ എഴുന്നേക്ക് ശ്യാമേ. സോനയുടെ വാശിയും വൈരാഗ്യമൊക്കെ നമുക്ക് തീർത്തു കൊടുക്കാം. അതൊന്നും തീരാൻ പോകുന്നില്ല സത്യ. ഞാൻ അവളെ 3-4 തവണ വിളിച്ചു. അവൾ ഇതുവരെ ഫോൺ എടുത്തിട്ടില്ല, തിരിച്ചു വിളിച്ചിട്ടില്ല. അതിന്റെ അർത്ഥം എന്താ? അമ്മ ഇറങ്ങിപ്പോവാൻ പറഞ്ഞതിനെ അവളും ശരിവെക്കുന്നല്ലേ? എടാ നീ എന്തിനാ ശ്യാമേ സോനെ അങ്ങോട്ട് വിളിക്കാൻ പോയത്? തെറ്റ് ചെയ്തത് അവളല്ലേ? ജീവിതമാകുമ്പോ
അങ്ങോട്ടും ഇങ്ങോട്ടും ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ വേണ്ടേ സത്യ? സോനയെ വിളിച്ച് അവളുടെ തെറ്റുകൾ സമാധാനത്തോടെ ബോധ്യപ്പെടുത്തി കൊടുക്കാന്ന് വിചാരിച്ചാ വിളിച്ചത്. പക്ഷേ അവളുടെ തെറ്റ് അവൾ അംഗീകരിക്കാനും പോകുന്നില്ല. അതിനെ ചോദ്യം ചെയ്ത് എന്നോട് അവൾ ക്ഷമിക്കാനും പോകുന്നില്ലെന്ന് എനിക്കിപ്പോ മനസ്സിലായി. എടാ, എന്ന് വെച്ച് നീ അതൊക്കെ അങ്ങ് വകവെച്ച് കൊടുക്കാൻ പോവാണോ? എടാ, സോന നിന്റെ ഭാര്യയാണ്, നിന്റെ കുഞ്ഞിന്റെ അമ്മയാ. എടാ, നിനക്ക് അവരിലുള്ള അധികാരമോ ഉത്തരവാദിത്വം ഒന്നും വേറെ ആർക്കും ഇല്ല. ദേ, അത് നീ അവളെ ബോധ്യപ്പെടുത്തണം. അല്ലാതെ പിണങ്ങി മാറി നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല. സോന എന്റെ വീട്ടിലായിരുന്നെങ്കിൽ എനിക്ക് അങ്ങോട്ട് കയറിച്ചില്ലായിരുന്നു. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ. ആ വീടിന്റെ അവകാശി എന്നോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞത്. അമ്മ അത് തിരുത്തിയില്ലെങ്കിൽ അമ്മയെ തിരുത്തി എന്നെ തിരിച്ചു വിളിക്കേണ്ടത് സോനയാ. അതുകൊണ്ടായില്ലല്ലോ. പിന്നെ ഞാൻ എന്ത് ധൈര്യത്തിൽ അങ്ങോട്ടേക്ക് വരുന്നത് സത്യ? അവിടെ വെച്ച് ഞാൻ വീണ്ടും അപമാനിക്കപ്പെട്ടില്ലെന്ന് സത്യന് ഉറപ്പ് തരാൻ പറ്റുമോ? പറ്റും. എടാ, എന്റെ ഉറപ്പ് മാത്രമല്ല, ഈ കാര്യത്തിൽ ഇന്ദ്രേട്ടന്റെ ഉറപ്പ് കൂടിയുണ്ട്. നിന്നെ നിർബന്ധമായിട്ടും വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകണമെന്നാ ഇന്ദ്രേട്ടൻ എന്നോട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വീട്ടിലേക്ക് പോവാണെന്ന് ഞാൻ ഇന്ദ്രേട്ടനെ വിളിച്ചു പറയാം. ഇന്ദ്രേട്ടനും അങ്ങോട്ട് വരട്ടെ. ഇന്ന് തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ കാര്യം. സത്യം, വെയിറ്റ്. എനിക്ക് ഒന്നുകൂടി ആലോചിക്കണം. എന്നിട്ട് ഇന്ദ്രേട്ടനെ വിളിച്ചാൽ മതി. വാ ശ്യാമേ, വാ.